വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ ബ്ലെസ്ലി പിടിയിലാവുന്നത്. എന്നാൽ ഇത് ചെറിയ സംഭവമല്ല എന്ന് സൂചന നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ. വൻ സാമ്പത്തിക തട്ടിപ്പ് തന്നെ നടത്തിയിരിക്കുകയാണ്. ടെലിഗ്രാം വഴി ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസികളായി വിദേശത്തേക്ക് കടത്തിയെന്നാണ് ബ്ലെസ്ലിക്കെതിരായ പ്രധാന കണ്ടെത്തൽ. മാത്രമല്ല, പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി 2 ദിവസത്തിനകം പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും. ടെലിഗ്രാം വഴി പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്താണ് ആളുകളെ വിശ്വസിപ്പിക്കുകയും അവരിൽ നിന്ന് പണം തട്ടിയെടുക്കുകയും ചെയ്തത്. ഇങ്ങനെ ലഭിക്കുന്ന പണം ബ്ലെസ്ലി വഴിയാണ് ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റി വിദേശത്തേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. മാത്രമല്ല, ചൈനയിലായിരുന്നു ബ്ലെസ്ലി. ചൈനയിൽ നിന്ന് മടങ്ങിയെത്തിയ ബ്ലെസ്ലിയെ കഴിഞ്ഞ 10-ാം തീയതിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടുന്നത്. മാത്രമല്ല, ലഭിച്ച 3 ദിവസത്തിന്റെ കസ്റ്റഡിയിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ സൂചന. നിലവിൽ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടന്ന ഈ തട്ടിപ്പിൽ ഇതുവരെ ഏകദേശം 120 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. പക്ഷേ ബ്ലെസ്ലിയിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നും ഇവനൊക്കെ എന്തിന്റെ കേടാണ് എന്നൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറയുന്നത്. കാരണം ബിഗ് ബോസിന്റെ ആ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മറ്റൊരു വ്യക്തി കൂടിയായിരുന്നു ബ്ലെസ്ലി. ആ ബ്ലെസ്ലിയിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ബ്ലെസ്ലിയെ സ്നേഹിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും ഇത് തികച്ചും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്.